ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി മിക്സറിന്റെ റെസിപ്പി ആയിട്ടാണ്. ബേക്കറികളിൽ നിന്നും വാങ്ങി കഴിക്കുന്ന അതേ ടേസ്റ്റോട് കൂടി തന്നെ വീട്ടിൽ മിക്സർ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കണേ. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് മിക്സർ തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 3 ഗ്ലാസ് കടലമാവാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് അതേ ഗ്ലാസ്സിന് ഒരു 1.5 ഗ്ലാസ് പച്ചരിയുടെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ പൊടി അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും 1/2 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു കായത്തിന്റെ പൊടി, അതുപോലെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒരു വിസ്കോ സ്പൂണോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പൊടികളൊക്കെ എല്ലാ ഭാഗത്തേക്കും ആയി വരുന്ന രൂപത്തിൽ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ. ഇനി ഇതിൽ നിന്ന് നമ്മൾക്ക് ഒരു 4 ടേബിൾ സ്പൂൺ നിറയെ പൊടി ഇതിൽ നിന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. അത് നമ്മൾക്ക് ബൂന്തി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ മിക്സറിൽ നമ്മൾ ബൂന്തിയൊക്കെ കാണാറില്ലേ, അപ്പോൾ അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊരു ദോശമാവിൻ്റെ രൂപത്തിൽ നമുക്ക് കലക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ദോശമാവിൻ്റെ പരുവത്തിലാണ് ഞാനിവിടെ കലക്കിയെടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, ഇത്രയും ലൂസിലാട്ടോ. അപ്പോൾ അതവിടെ മാറ്റി വെക്കാം. ഇനി ബാക്കി വന്ന പൊടിയിലേക്ക് നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ. നമ്മൾ എങ്ങനെയാണോ ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കുന്നത് അതേ രീതിയിലാട്ടോ കുഴച്ചെടുക്കുന്നത്. ഒരുപാട് വെള്ളം പെട്ടെന്ന് അങ്ങ് ഒഴിച്ചു കൊടുക്കരുത്, അപ്പോൾ പെട്ടെന്ന് ലൂസായി പോവുള്ളൂ. കുറേശ്ശെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ആദ്യം സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കുഴച്ചതിന് ശേഷം പിന്നെ കൈ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കുഴച്ചു കൊടുക്കാം കേട്ടോ. ഇനി കൈവച്ച് പ്രസ് ചെയ്ത് കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏത് ഓയിലാണോ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് അതേ ഓയിലിൽ നിന്നും 1 ടേബിൾ സ്പൂൺ ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും കുഴച്ചെടുക്കുക കേട്ടോ. ഇത് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മിക്സറിൽ ഒട്ടും എണ്ണ കുടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. ഇത് എന്തായാലും സ്കിപ്പ് ചെയ്യാതെ നോക്കുക. അപ്പം നമ്മുടെ മാവക്കൂടെ റെഡിയായി. ഇനി നമ്മൾ സേവനാഴിയിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ചെറിയ നൂലിലാട്ടോ ചെയ്തെടുക്കുന്നത്. വലിയ നൂലിൽ വേണമെങ്കിലും അതിലും ചെയ്തെടുക്കാം. അപ്പോൾ സേവയിലേക്ക് മാവൊക്കെ നിറച്ച് കൊടുക്കാം. ഇനി ചൂടായ എണ്ണയിലേക്ക് ചുറ്റിച്ചു കൊടുക്കാം. ഒരുപാട് അങ്ങ് ചുറ്റിച്ചു കൊടുക്കരുത്, കുറേശ്ശെ വേണം നമ്മൾ ചുറ്റിച്ചു കൊടുക്കാൻ, എന്നാലേ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടുള്ളൂ. അപ്പോൾ ഒരു സൈഡ് ആയതിനു ശേഷം പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കാം. ഇത് പെട്ടെന്നായി കിട്ടും. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ സേവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തതും ഇതേ രീതിയിലൊന്ന് ചെയ്തെടുക്കാം. ഇത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാ സേവയും നമ്മൾക്ക് ഇതേ രീതിയിലൊന്ന് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ബാക്കി വന്ന ഓയിലിൽ ബൂന്തി തയ്യാറാക്കി എടുക്കുകയാണ്. ഇതേപോലെ ഒരു ഓട്ടത്തവിയിലേക്ക് കുറേശ്ശെ മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. നമ്മൾ ഇതിന് മുന്നേ ലഡുവിൻ്റെ റെസിപ്പി ചെയ്തിരുന്നു. അത് ഇതേപോലെയാട്ടോ ചെയ്തിരുന്നത്. അപ്പോൾ ഈ ബൂന്തിയിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് കളറൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പച്ചയോ ചുവപ്പോ ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഫുഡ് കളറൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതേ രീതിയിൽ മുഴുവൻ ബൂന്തി നമുക്ക് തയ്യാറാക്കി എടുക്കാം. പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടുവേ. ഇനി ബാക്കി വന്ന ഓയിലിൽ നമ്മൾ 1 കപ്പ് പൊട്ടുകടല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചട്നിക്കൊക്കെ അരയ്ക്കുന്ന കടലയില്ലേ, അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ. പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവുള്ളേ, പക്ഷേങ്കിൽ കുക്കായി കിട്ടില്ല. അപ്പോൾ അത് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ പൊട്ടുകടലയൊക്കെ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ കണ്ടില്ല, അതിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിവിടെ കോരി മാറ്റിയതിന് ശേഷം ഞാനിവിടെ 1 കപ്പ് നിലക്കടലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ കപ്പിന് തന്നെയാണ് ഞാനിവിടെ പൊട്ടുകടലയും ചേർത്ത് കൊടുത്തിട്ട് കേട്ടോ. അപ്പോൾ ഈ നിലക്കടലയും അതേ രൂപത്തിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിന് കുറച്ചും കൂടി സമയം എടുക്കും കേട്ടോ ഫ്രൈ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്ന് സാവകാശം വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ അതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതും നമുക്കൊന്ന് കോരി മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ കളറൊക്കെ മാറി വന്നത് കണ്ടില്ലേ, അതുവരെ വെയിറ്റ് ചെയ്യണേ. ഇനി അതേ ഓയിലിലേക്ക് ഒരു 6 അല്ലി വെളുത്തുള്ളി പതുക്കി ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1 കപ്പ് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണക്കമുളക് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക, എന്നിട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ നമ്മുടെ സേവയും അതുപോലെ ഫ്രൈ ചെയ്ത കടലയും അതുപോലെ കറിവേപ്പില ബൂന്തി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ സേവയൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ കുറേശ്ശെ ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ സേവയെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും എണ്ണ കുടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കടലയും കറിവേപ്പിലയും ഒക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 നുള്ളു മുളക് പൊടി,
ഒരു നുള്ളു കായത്തിൻ്റെ പൊടി, ഒരു നുള്ളു ഉപ്പും ചേർത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കേ. ഈ സ്റ്റേജിൽ ഇതെന്തായാലും ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ഒന്നുകൂടി ഒരു നല്ല ഫ്ലേവറും ടേസ്റ്റും ഒക്കെയാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ മിക്സ്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 4 മണി ചായയുടെ കൂടെയൊക്കെ അടിപൊളി ടേസ്റ്റാണ്. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുതേ. താങ്ക്